1987 തന്റെ തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ ഹോട്ടൽ അത് വളർന്ന് ഇതിന്റെ പിന്നിൽ കാണുന്ന ഈ നിലയിലേക്ക് എത്തി. കണ്ണൂർകാർക്ക് വയറ് നിറയെ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ സ്വന്തം കാർത്തിക ഹോട്ടലാണ് കണ്ണൂർ വിഷൻ രുചി റൂട്ടിന്റെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും നമ്മൾ ഇവിടുത്തെ പ്രത്യേക ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് അറിയാം. ഈ കാർത്തിക ഹോട്ടലിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ ഈ ക്രൗഡ് തന്നെയാണ്. ഈ ക്രൗഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റും അതിന്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് ഈ ക്രൗഡിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് മീൽസ് കഴിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നത്. കാർത്തിക ഹോട്ടലിന്റെ കിച്ചണിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവർ ഫോളോ ചെയ്യുന്ന 12 ഗോൾഡൻ റൂൾസ്. ഇവർ ഇത് ഫോളോ ചെയ്യുന്നത് അത്രയും ഹൈജീനിക് ആണ്, അല്ലെങ്കിൽ അത്രയും ക്ലീൻ നീറ്റ് ആയിട്ടാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇനി കിച്ചണിന്റെ ഉള്ളിലേക്ക് കാണാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് പാഴ്സൽ സാധനങ്ങളുണ്ട്. ചേട്ടാ, ഇത് എന്തൊക്കെയാന്ന് പറയാവോ? സാമ്പാർ, സൈഡ് കറി, പായസം, മീൻകറി, തൈര്. ഒരു ദിവസം എത്ര പാഴ്സൽ വരെ ഉണ്ടാവും? 300 വരെ. 300 വരെ. പാഴ്സൽ ആണോ അല്ലെങ്കിൽ സിറ്റിംഗ് ആണോ ഇവിടെ കൂടുതലായിട്ടുള്ളത്? സിറ്റിംഗ് ആണ്. ഓൺലൈൻ ഉണ്ടാവും, സ്വിഗ്ഗി, സൊമാറ്റോ. ഓക്കെ. എന്തൊക്കെയാണ് പാഴ്സൽ? ഇപ്പൊ ഇവിടെ കിട്ടുന്ന എല്ലാ ഫുഡും പാഴ്സലും അവൈലബിൾ ആണ്? എല്ലാം കിട്ടും. സ്പെഷ്യൽ എന്തൊക്കെയാ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഏതാണ്? മീൽസ് തന്നെയാണ്. മീൽസ് തന്നെയാണ്. മീൽസിൽ എന്തൊക്കെ സ്പെഷ്യൽ മീൽസ്? അതിനാകുമ്പോൾ 3 സൈഡ് കറി എക്സ്ട്രാ ഉണ്ടാവും. പപ്പടം ഉണ്ടാവും, പായസം, പാൽപ്പറ ഡിഫറെന്റ് ഉണ്ടാവും. പിന്നെ വേറെ എന്തൊക്കെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്യുന്ന ഫുഡ് ഉള്ളത്? സ്പെഷ്യൽ ഓർഡർ ചെയ്താൽ നമ്മളത് ചട്ടിച്ചോറ് ഓർഡർ ചെയ്യുമ്പോൾ ചട്ടി അടക്കം കൊടുക്കും. നല്ല ബോക്സിലേക്ക് എല്ലാം വെച്ചിട്ട് ചട്ടി അടക്കം കൊടുക്കും. ബിരിയാണി, പിന്നെ സീ ഫുഡ് പൊതിച്ചോറ്, സീ ഫുഡും പൊതിച്ചോറ് ഒക്കെ പാർസലായിട്ട് അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയേ കാണാം ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട്. ഇപ്പൊ ചേച്ചിമാര് പാക്ക് ചെയ്യുന്നുണ്ട്, ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ കൂടുതൽ എന്തൊക്കെയാ ചേച്ചി ഇവിടെ ഫ്രൈ ചെയ്യുന്നത്? കല്ലുമ്മക്കായ്, അയക്കൂറ, അയില, കൂന്തല്, ചെമ്മീന്, ഇളമ്പക്ക. ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന മീൻ ഏതാണ്? ഏറ്റവും കൂടുതൽ ഉള്ള ഐറ്റം അയക്കൂറ, കൂന്തൽ, ചെമ്മീൻ, പല പല ടൈപ്പും. ഇവിടെ ഇപ്പൊ ഏതൊക്കെ മീനുള്ളതൊന്ന് പറഞ്ഞുതരാവോ? ഇവിടെ ഇത് കല്ലുമ്മക്കായ, അയക്കൂറ, ഞണ്ട്, അയക്കൂറ പൊള്ളിച്ചത്. സ്പെഷ്യൽ മസാല എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? സ്പെഷ്യൽ മീനിന്റെ മസാല നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്? പുറത്ത് പറയാൻ പറ്റുന്ന രുചിക്കൂട്ടാണോ? അല്ല. ചേച്ചി സ്പെഷ്യൽ ആയിട്ട് അയക്കൂറ പൊള്ളിക്കുന്നത് കാണിച്ചതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇത് ഞണ്ട് കറിയാണ്. ഞണ്ട് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞണ്ട് ഫ്രൈ ഇതാക്കി കറിയാക്കിയിട്ട് അത് കുടുക്കയിൽ വെച്ചിട്ട് ആവിക്ക് വെച്ച് ഇറക്കുന്ന ഐറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷം മസാല, കാശ്മീരി, പിന്നെ എരിവുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾ പൊടി, പിന്നെ മല്ലിപ്പൊടി, ഒരു നുള്ളി ചിക്കൻ്റെ പൊടി ഐറ്റങ്ങളെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്ത് ഞണ്ട് വെച്ച് നല്ലോണം വഴറ്റി. നമുക്ക് ഈ കിച്ചൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. നല്ല നീറ്റാണ്, ക്ലീൻ ആണ്. ഇവിടെ ഓരോ പാത്രങ്ങളൊക്കെ നോക്കാം. ഇതിലൊക്കെ സാമ്പാർ, ചോറ്, അങ്ങനെ ഇവിടെ ചമ്മന്തി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ സൈഡിലാണ് ഇവർ പാത്രം ക്ലീൻ ചെയ്യുന്നത്. അതും നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്, നല്ല ക്ലീൻ ആണ്.
ഈ റൈറ്റ് സൈഡിൽ ഇവരുടെ അരവ് കേന്ദ്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സീ ഫുഡ് പൊതിച്ചോറ് പൊതിയുന്നതാണ്. പക്ഷേ ചേട്ടാ ഇതിൽ എന്തൊക്കെയാണുള്ളത് ഇതിൽ ഐറ്റംസ്? ഇതിൽ വന്നിട്ട് സൈഡ് കറികളുണ്ടാവും, 4 ചമ്മന്തി അടക്കം സൈഡ് കറികൾ വരുന്നുണ്ട്, വെറൈറ്റി 4 ഫിഷസ് വരുന്നുണ്ട്, ഓംപ്ലേറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സ്പെഷ്യൽ. ഇതേപോലെ തന്നെ ചിക്കൻ വരുന്നുണ്ട്, ഓംപ്ലേറ്റ് പൊതിച്ചോറ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഏതൊക്കെ ഫിഷ് ഇതിലുണ്ടാവുക? ഇതിലിപ്പം വന്നിട്ട് അയിലയുണ്ട്, മത്തിയുണ്ട്, ചെമ്മീൻ, കൂന്തൽ. അതോരോ സീസൺ വേണം, വെറൈറ്റി ഉണ്ടോ വെറൈറ്റി വരും. ഒരു ദിവസം എത്ര പൊതിച്ചോറ് വരെ ഇവിടെ നിന്ന് പോകും? നമുക്ക് ഏകദേശം ഒരു 150-100 അങ്ങനെ പോകും. ഇവിടെ കഴിക്കുമ്പോഴും ഈ സെയിം പൊതിച്ചോറ് അവൈലബിൾ ആണ്. നമ്മുടെ കൂടെ ഉള്ളത് കാർത്തിക ഹോട്ടലിന്റെ അമരക്കാരൻ സോജു ചേട്ടനാണ്. അപ്പൊ കാർത്തിക ഹോട്ടലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അതിന്റെ ചരിത്രമൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ചേട്ടാ, 87-ലാണ് ഇത് തുടങ്ങിയത്. എൻ്റെ ഫാദർ തുടങ്ങിയതാണ്. 87-ല് ഫാദർ തുടങ്ങിയതാണ്. അവിടുന്ന് മുന്നേ തുടക്കം മുതലേ ഇങ്ങനെ ഇവിടെ തന്നെയായിരുന്നോ? തുടക്കം മുതലേ ഇതേ സ്ഥലത്തായിരുന്നു. ഇത് ചെറിയൊരു ഇടയായിരുന്നു നേരം ആ ടൈമിന്. ഇപ്പോഴാണ് ശരിക്കും ഈ ഭാഗം മാറിയത്. പണ്ടൊരു ചെറിയ ഇടയായിരുന്നു. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നിങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു. പിന്നീടാണ് അത് അച്ഛന് ഇവിടെ ഒരു റാം ടെക്സ്റ്റൈൽസ് പറഞ്ഞൊരു ടൈലിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. എന്നേരം ടൈലിംഗ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ 80-100+ ആൾക്കാർ ഉള്ളതാണ്. ഏത് വർക്കിന് അവർക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ള ലെവലിലാണ് ഇത് സ്റ്റാർട്ടായത്. പിന്നെ പതിയെ 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 ഇത് ബിസിനസ്സായി ഇതായി ഹോട്ടൽ എല്ലാവരും വരാൻ തുടങ്ങി. ഇങ്ങനെ മാറുന്നത്. ഇപ്പൊ അച്ഛൻ മരിച്ച ശേഷം ചേട്ടനാണോ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്? അച്ഛൻ കഴിഞ്ഞ കൊല്ലാണ് അച്ഛൻ പോയത്. അപ്പൊ അതിനു മുന്നേ ഒരു 5 കൊല്ലം മുന്നേ ഞാൻ നോക്കുന്നുണ്ട്. എന്നുവെച്ചാല് കോവിഡ് ടൈമിനാണ് നോക്കാൻ തുടങ്ങിയത്. പിന്നെ ഭക്ഷണം കൊടുക്കുവാന്ന് പറഞ്ഞൊരു നല്ലൊരു ഇതാണല്ലോ. പാർട്ട്നേഴ്സ് ആരെങ്കിലും? പാർട്ട്നേഴ്സ് ഇതിപ്പോ എൻ്റെ അമ്മയുടെ ഇതിലാണ് ഉള്ളത്. അമ്മയാണ് ശരിക്കും അമ്മയുടെ പേരിലാണ് ഇത് ആദ്യമേ ഉള്ളത്. ഫസ്റ്റ് ടൈമേ കാർത്തിക അല്ലല്ല, അത് കാർത്തിക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ നക്ഷത്രം. അതും ഒരു അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റാണ് അച്ഛൻ ഇട്ടത്. ഏറ്റവും കൂടുതൽ സീ ഫുഡ് അല്ലെങ്കിൽ ഫിഷ് ആ ഒരു ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? സീ ഫുഡ്, നാടൻ ഫുഡ്, ഉച്ചഭക്ഷണം. അതാണ് പണ്ടേ ഫോക്കസ് ചെയ്തത്. ഇപ്പൊ 87 തുടങ്ങിയ മുതലേ ഉച്ചഭക്ഷണമാണ്. ഇപ്പോഴും ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് വെറൈറ്റി, ചട്ടിച്ചോറ് പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി വന്നതല്ലാണ്ട് ബാക്കിയെല്ലാം പണ്ടുള്ള പോലെ തന്നെ സെയിം തന്നെയാണ് പോകുന്നത്. ഫിഷ് എല്ലാം ആയിക്കര, തലശ്ശേരി മാർക്കറ്റ്, 2 മാർക്കറ്റിലാണ്. പിന്നെ ഇപ്പോഴേ ട്രോളിങ്ങിലുള്ള പ്രശ്നമുണ്ട്. ഇപ്പോഴും കൂടുതലും പുഴമീനാണ്. പുലൂപ്പിക്കടവ് സ്ഥലത്ത് നിന്നൊക്കെ കാട്ടാമ്പള്ളി നിന്നൊക്കെ പുഴമീൻ കിട്ടുന്നുണ്ട്. ആ പുഴമീനാണ് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഗ്യാസിന്റെ വില കൂടി ഇപ്പം നമ്മളെ യുദ്ധത്തിന് മുന്നേ 1800 ആയിരുന്നു. ഇപ്പൊ 3040 കട്ട 1500 രൂപയോളം 1300 രൂപയോളം കൂടിയിട്ട്. ഞാൻ കണ്ട ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ഇവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാവരും നല്ല നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നയാളും സെർവ് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട്. അപ്പം അവരെ കുറിച്ച് നല്ല തന്നെയാണ്. പക്ഷെ എന്നാലും തിരക്കൊക്കെ വരുമ്പോൾ ചിലപ്പം കയ്യിൽ നിന്ന് പാളി പോകാറുണ്ട്. അത് അന്നേരമുള്ള ചെറിയ പക്ഷേ ബാക്കി എല്ലാം ഓക്കെയാണ്. എത്ര പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നിലവിൽ? 19 പേരുണ്ട്, 56 പേര്. എനിക്ക് ഈ ഒരു ബ്രാഞ്ച് മാത്രമല്ലോ? ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കേട്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലഹരി കഴിക്കാതെ ഇവിടെ വരുന്നവർക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത് പണ്ടേ ചെയ്യുന്ന ഒരു ഫാദറായിട്ടുള്ള ടൈമിനെ അതുള്ളതാണ്. പറയുന്നില്ല അത് ലഹരി കഴിച്ചു വന്നാലും ഫുഡ് കൊടുക്കാതിരിക്കില്ല. പക്ഷെ അതിന്റെ ഒരു ബേസിക് എന്ന് വെച്ചാൽ ലഹരി കഴിക്കാൻ പറ്റുന്നവർക്ക് പിന്നെ ഫുഡിന് പൈസ എക്സ്ട്രാ, അതാണ് ഉദ്ദേശിച്ചത്. ആര് വിശന്നിട്ട് വന്നാലും ഇത് കാർത്തിക ഹോട്ടലിലെ മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂരാര് വന്നാലും ഒരു സ്ഥലത്ത് നിന്ന് ഫുഡിന് ചോദിച്ചാരും തരില്ല എന്നും പറയില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആയിരിക്കാം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണെന്ന് ഞാൻ പറയുന്നില്ല. കണ്ണൂർ എവിടെ പോയിട്ടും ഒരു ഫുഡിന് ചോദിച്ചാരും കൊടുക്കാതിരിക്കില്ല. നമ്മൾ കൊടുക്കാറുണ്ട്, എല്ലാവരും കൊടുക്കാറുണ്ട്. ലഹരിൻ്റെ ഇത് പറയാൻ കാരണം ലഹരി ഉപയോഗിക്കുന്നവർക്ക് പൈസ കൊടുത്ത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് പിന്നെ ഫുഡിന് കാശ്
ഫസ്റ്റ് പ്രിഫറൻസ് ഫുഡിനല്ലേ കൊടുക്കുന്നത്. അപ്പൊ മറ്റ് ഹോട്ടലിൽ നിന്ന് എന്തായിരിക്കും കാർത്തിക ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്, ഇത്രയും ആൾക്കാർ വരുന്നതും? സ്പെഷ്യൽ ആക്കുന്നതെന്ന് ചോദിച്ചാല് എന്റെ ബേസിക്കലി ഒരു അഭിപ്രായം സ്പെഷ്യൽ വേറെ എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് നാടൻ സംഭവം, വേറെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. നാടൻ നമ്മൾ വീട്ടിൽ നിന്ന് വെക്കുന്ന പോലത്തെ ഒരു സംഭവം. അതിലൊക്കെ പിന്നെ സ്പെഷ്യലായിട്ട് അതിനായിരിക്കും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നമ്മളിപ്പോ കാണുന്നത് വെച്ചാല് ഈ കൂടുതൽ ഹോട്ടലിലും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിലും ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കൺസേൺ ആവും, ഹൈജീനിക് ഇഷ്യൂ അങ്ങനത്തെ. അപ്പൊ ഇവിടെ ഇപ്പം ഇവിടെ ഉള്ളത് ക്ലീനിങ്ങിന്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ പുറത്തുള്ള ആൾ. ഭക്ഷണം വെക്കുന്നതും വിളമ്പുന്നതും നിങ്ങൾ നോക്കിയാൽ കാണും, വിളമ്പുന്നതും എല്ലാം ലേഡീസാണ് ചെയ്യുന്നത്. ഭക്ഷണം വെക്കുന്നത് 3 ലേഡീസാണ്, എല്ലാം കൂടി 10-26 ലേഡീസ് മാത്രമുണ്ട്. ഒരു സ്ത്രീകൾക്ക് മുന്നിലാണ്. ഞാൻ പറഞ്ഞേ ഇതിന്റെ ഓണർ സ്ത്രീയാണ്. മൊത്തം സ്ത്രീകൾക്ക് അങ്ങനെയാണ് പോകുന്നത്. വീട്ടിലമ്മ ഫീലിംഗ് എന്നുള്ള ലെവൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ കാർത്തിക ഹോളിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് ഈ ചട്ടിച്ചോറിനെ കുറിച്ചാണ്. അപ്പം എന്തൊക്കെയാണ് ഈ ചട്ടിച്ചോറിന് സ്പെഷ്യൽ ആയിട്ടുള്ളത്? അതിലെ 5 ഫ്രൈ ആയിട്ടാണ്. 5 ഫ്രൈ വരുന്നുണ്ട്, സൈഡ് കറികൾ വരുന്നുണ്ട്. പിന്നെ നൊസ്റ്റാൾജി എന്നുള്ള വലിയ മാങ്ങ മുളകെല്ലാം പുരട്ടിയതുണ്ട്, കൊണ്ടാട്ട മുളക് വരുന്നുണ്ട്, ചട്നി, കിഴങ്ങ്, തൈര്, പപ്പടം. കൊറിയർ ആയിട്ടുള്ള ഓർഡർ ചെയ്യാറുണ്ട് ഫുഡ്? ഇത് ഇവിടുന്ന് റണ്ണയിൽ കഴിക്കുന്നുണ്ട്, പാർസലും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും തന്നെ പായസം കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചത്. നമ്മൾ എല്ലാവർക്കും പായസം കൊടുക്കും. നമ്മള് എന്താണെന്ന് വെച്ചാൽ തീരോളം കംപ്ലീറ്റ് ആർക്കും പായസം ഉണ്ടാവും, കൊടുക്കാനുണ്ടാവും. ഓർഡർ ചെയ്യുന്നവർക്കും ഓർഡർ ചെയ്യുന്നവർക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ പാർസലായിട്ട് കൊടുക്കുന്ന കൂട്ടർക്ക് അത് നമ്മൾ കൊടുക്കും. പിന്നെ ഇവിടുന്ന് കഴിക്കുന്ന കൂട്ടർക്കും നമ്മൾ പായസം കൊടുക്കും. ഒരു കപ്പിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. എന്ത് സ്പെഷ്യൽ പായസം? സ്പെഷ്യൽ ഇത് ഗോതമ്പാണ്. എല്ലാ ദിവസവും ഗോതമ്പായിരിക്കും. ചെറിയ ടൈം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും, അരിപ്പായസം ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവും ചെറിയ ടൈം. അധികം ഗോതമ്പ് തന്നെ ഉണ്ടാവുക. എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത്? ഇത് ഉണ്ടാക്കുന്നത് മറ്റേ തേങ്ങ, പിന്നെ തേങ്ങയുടെ പാലും, പിന്നെ വെല്ലം, ഗോതമ്പ് ആദ്യം വേപ്പിച്ചിട്ട് അതിൽ പിന്നെ വെല്ലം കുറുക്കി ഒഴിച്ചിട്ട് പിന്നെ തേങ്ങേൻ്റെ ഇത് പാൽ ഒഴിച്ച് എന്നിട്ട് ചൂടാക്കിയിട്ട് എടുക്കലാണ്. പിന്നെ അതിൽ പിന്നെ അണ്ടി ഇടും, മുന്തിരിങ്ങ ഇടും. ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ഏതൊക്കെ റൈസ് ആണ് കൊടുക്കുന്നത്? ഇവിടെ ഇപ്പം കുറുവയും പൊന്നിയും ഉള്ളത്. കുറുവയാണ് മെയിനായിട്ട് ഇവിടെ ഓടുന്നത്. പൊന്നിയില് എബവ് 130-150 പീപ്പിളിനുണ്ടാവുന്നത്. ഈ മട്ട അങ്ങനെയുള്ള റൈസ്? മട്ട പാലക്കാട് മട്ട സൺഡേ സ്പെഷ്യലാണ്. അത് സൺഡേ സ്പെഷ്യൽ ഉണ്ടാകുന്നത്. അപ്പം കുറച്ചായിട്ട് സൺഡേ സ്പെഷ്യലായിട്ട് ഒഴിവാക്കിയിട്ടുള്ളത്. അതിനെ കണ്ടിന്യൂ ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ ഏത് റൈസ്? കുറുവയാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സീ ഫുഡിൽ തന്നെ ഏറ്റവും അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഉള്ളത്. പുഴമീനാണെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശദം ചേച്ചി തന്നെ പറയും. എന്താണ് ഇതൊക്കെ? പുഴമീൻ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായ പുഴമീനാണ് ഇവിടെ വരുന്നത് തന്നെ. ഡയറക്റ്റ് പിടിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ എന്തൊക്കെ മീനുള്ളത്? ഇതിപ്പോന്ന് വെച്ചാൽ ടൈഗർ പ്രോൺസ് ഉണ്ട്, ടൈഗർ പ്രോൺസ്, പിന്നെ ചെമ്പല്ലി ഉണ്ട്, പിന്നെ പുഴ നോങ്ങലുണ്ട്, പിന്നെ കരിമീനുണ്ട്,
പിന്നെ തിരുത എന്ന് പറഞ്ഞൊരു ഫ്രൈ ഉണ്ട്, പിന്നെ ഏരി ഫ്രൈ ഉണ്ട്. ഇത് നമ്മുടെ ഏരി ഫ്രൈ ആണ്. ഇതിനെ നല്ല പുഴമീനെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വരുന്ന മീനാണ്, കരിമീൻ. അപ്പൊ ഇതൊക്കെ എവിടുന്ന് എടുക്കുന്നത്? 2 കടയിൽ, ഒന്ന് വളവട്ടണത്തുനിന്ന് കൊണ്ടുവരും, ഒന്ന് പുല്ലൊപ്പി കടന്ന് കൊണ്ടുവരും. ആൾക്കാരെന്താ പറയുന്നത് കഴിച്ചിട്ട്? ആൾക്കാർ കഴിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇതാണോ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കടൽ ഫിഷ് ആണ്? ടൈഗർ പ്രോൺസിനാണ് കൂടുതൽ ഡിമാൻഡ്. ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ച കുറച്ച് ചേച്ചിമാരുണ്ട് ഇവിടെ ഇരിക്കുന്നത്. അവരോട് ചോദിക്കാം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. എന്തൊക്കെയാ കഴിച്ചത്? പിന്നെ സാമ്പാറ്, പിന്നെ എന്താ കുമ്പളങ്ങ കറി, കാബേജ്. ചോറാണ് കഴിച്ചത്? ചോറാ കഴിച്ചത്. മുന്നേ വന്നിട്ടുണ്ടോ ഇവിടെ? വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ഒരു പ്രത്യേകത? കഴിച്ചത്. എന്തുകൊണ്ടാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും? ഇവിടെ നമുക്ക് പുറത്തുനിന്ന് ഒരാള് പറഞ്ഞ് ഇവിടെ കാർത്തിക ഹോട്ടലിൽ കഴിച്ചു വന്നിട്ട് അന്ന് മുതൽ ഇവിടെ വരാൻ തുടങ്ങി. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ ഇവിടുത്തെ? നത്തൽ ഫ്രൈ. നത്തൽ ഫ്രൈ. നല്ല സീ ഫുഡ്സ് ഒക്കെയാണ്. നല്ല ഭക്ഷണം. പ്രത്യേകിച്ച് ചട്ടിച്ചോറ് നല്ല ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പൊതുവെ മീൽസാണ് കഴിക്കാറ്. ഫുഡ് നല്ല കോമ്പിനേഷൻ. എന്തൊക്കെയാ ഇപ്പൊ കഴിച്ചേക്കുന്നത്? ഞങ്ങൾ 4 ഇതായിട്ടാണ് വാങ്ങിച്ചത്. അവർ 2 ബിരിയാണി വാങ്ങിച്ചു, ചട്ടിച്ചോറ് വാങ്ങിച്ചു, ഞാൻ ഫിഷ് കറി മീൽസായിട്ട് വാങ്ങിച്ചു. ഫിഷ് ഒക്കെ എങ്ങനെ? നല്ല ഫിഷ്, നല്ല ടേസ്റ്റി ഫുഡ്, വെരി ഗുഡ്. ചേച്ചി ചട്ടിച്ചോറ് ഇപ്പം കഴിച്ചേക്കാണ്. എന്തൊക്കെയായിരുന്നു അതിൽ സ്പെഷ്യൽ ഉണ്ടായിരുന്നത്? പിന്നെ കൂന്തലുണ്ട്, ചെമ്മീന്, പിന്നെ അതുപോലെ പിന്നെ മത്തി, അതുപോലെ എല്ലാത്തരം ഇതുണ്ട്, കണവ, അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ചോറ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, ചട്ടിച്ചോറ്. എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നതാണോ കാർത്തിക? സ്ഥിരമായിട്ട് ഇതിപ്പോ ഞാൻ 3rd ടൈമാണ് വരുന്നത്. എപ്പോഴും ചട്ടിച്ചോറാണോ കഴിക്കാറ്? ചട്ടിച്ചോറ് ചട്ടിച്ചോറിന്റെ ഒരു ആരാധികയാണ്. എനിക്ക് പൊതുവെ ചട്ടിച്ചോറായിരുന്നു ഇഷ്ടം. ഇന്ന് കുറേ ആയി ബിരിയാണി പുറത്തുനിന്ന് കഴിച്ചിട്ട് വിചാരിച്ചു ബിരിയാണി കഴിക്കാം. ഇവിടെ നല്ല ഫുഡാണ്. ഇഷ്ടപ്പെട്ടു ബിരിയാണി? എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ ഇവിടെ കുറച്ചുപേര് ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം ഫുഡിനെ കുറിച്ച്. ഹായ്, എന്താ ഫുഡ് കഴിച്ചോ? നമ്മള് 2 ഊണും കഴിച്ചു, ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിച്ചു. അങ്ങനെ ബിരിയാണി കിട്ടാനില്ലാതെ നമ്മള് ലേറ്റ് ആയി വരുന്നതുകൊണ്ട് ഇവിടെ അത്ര ഡിമാൻഡ് ഉണ്ടോ, അപ്പോ ഇത്തവണ ബിരിയാണി കഴിക്കാൻ കിട്ടി. എവിടെ പ്ലേസ്? എവിടെയാ? കണ്ണൂർ തന്നെയാണ്. നമ്മള് ബാംഗ്ലൂരിലാണ് വർക്കിംഗ്. അമ്മ കണ്ണൂർ തന്നെയാണ്. എല്ലാ തവണ ഇവിടേക്ക് വരുന്ന സമയത്ത് കാർത്തികയിൽ ഭക്ഷണം കഴിക്കും. എല്ലായ്പ്പോഴും കഴിക്കും? കാർത്തികയുടെ ഫാൻസ് ആണ്? അതെ അതെ അതെ, വലിയ ഫാനാണ്. ഏത് ഫുഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാ ഫ്രൈഡ് ഐറ്റംസ്, ഫിഷിന്റെ ഐറ്റംസ്, ഫിഷ് ഐറ്റംസ്. ഫിഷ് എല്ലാം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരൈറ്റം ഏതാ? ഫിഷ് ഐറ്റത്തിലുള്ള ഇന്ന് ഞണ്ട് ഇഷ്ടമായി, ചെമ്മീൻ ഇഷ്ടമായി, അയക്കൂർ ഇഷ്ടമായി, കല്ലുമക്ക ഇഷ്ടമായി. ഇന്നത്തെ എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു. ഇന്ന് എന്തൊക്കെ കഴിച്ചപ്പോ? ബിരിയാണി കഴിച്ചു, 2 മീൽസ് ഉണ്ടായിരുന്നു, അതിന്റെ സൈഡ് ഡിഷസ് എല്ലാം, സൈഡിലുള്ള ഐറ്റംസ് എല്ലാം അമേസിംഗ് ആണ്. ഒന്നും പറയാൻ പറ്റില്ല. ഫുള്ളാണ്. പാർസൽ എടുത്തു. ആണോ? വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിട്ട്. ആന്റിക്ക് എന്താ പറയാനുള്ളത്? വരുന്നതാണ്. ഞാനിപ്പോ നോട്ടീസ് ചെയ്തത് വളരെ സട്ടിൽ ആയിട്ടുള്ള ഫ്ലേവർ ആണ്. അമേസിംഗ് ക്വാളിറ്റി റൈസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ജീര റൈസ് ഉണ്ടല്ലോ, കൈമ റൈസ്, അതിന്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം, അതിന്റെ ക്വാളിറ്റി നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയാണോ കഴിച്ചത്? ബിരിയാണി പിന്നെ യൂഷ്വലി ഇവിടുത്തെ ഫേമസ് ചട്ടിച്ചോറ് ഇതൊക്കെ ഫേമസ് ആണ്. പിന്നെ പൊതിച്ചോറ്. ഇന്ന് കഴിച്ചോ ചട്ടിച്ചോറ്? കഴിച്ചില്ല. ഇന്ന് നല്ല ഫീലിംഗ് ആണ്. അപ്പോ അതായത് ചിലപ്പോ നാളെ വരും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം കാർത്തിക ഹോട്ടലിലെ രുചിവിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് എന്തായാലും ഫുഡ് കഴിക്കണം എന്ന് പറയും. കാരണം ഇവരുടെ ക്വാണ്ടിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്തവരാണ് ഇവർ. അപ്പോൾ മറ്റൊരു ഹോട്ടലിലെ രുചിവിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.